കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടപാടുകാരൻ സൊസൈറ്റിയിൽ നിലത്ത് കിടന്ന് പ്രതിഷേധിച്ചു. കഴിഞ്ഞ വർഷം സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിലാണ് വ്യാപകമായ രീതിയിൽ ഫണ്ട് വകമാറ്റി ചിലവാക്കിയതായി കണ്ടെത്തിയത്. ഇത് അറിഞ്ഞതിനെ തുടർന്ന് നിക്ഷേപകർ വ്യാപകമായി പണം പിൻവലിക്കാൻ എത്തിയത് വലിയ പ്രശ്നമായിരുന്നു. സംഘം സെക്രട്ടറി ഷാജി കൃത്യമായ രേഖകളില്ലാതെ വ്യാപകമായി ലോൺ അനുവദിച്ചിരുന്നു. കൂടാതെ സ്വന്തം നിലയ്ക്ക് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ഭരണസമിതി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ കാലാവധിയായ പാനേരിച്ചാൽ ചാപ്പ റഷീദ മൻസിലിൽ കെ.പി. ഇബ്രാഹിമാണ് തന്റെ സ്ഥിര നിക്ഷേപ പലിശ ഉൾപ്പെടെ 1,51,348 രൂപ തിരിച്ചു കിട്ടുന്നതിന് പ്രതിഷേധം നടത്തിയത്. പലവട്ടം സമീപിച്ചെങ്കിലും പലവിധ കാരണം പറഞ്ഞു മടക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇബ്രാഹിം തിങ്കളാഴ്ച രാവിലെ സൊസൈറ്റി ഓഫീസിൽ നിലത്ത് കിടന്ന് പ്രതിഷേധിച്ചത്. മുഴുവൻ തുകയും കിട്ടിയാൽ മാത്രമേ താൻ ഇവിടുന്ന് പോകുകയുള്ളൂ എന്ന് ഇബ്രാഹിം പറഞ്ഞു. എന്നാലും ഇവിടെ തന്നിരിക്കും എല്ലാം ഇങ്ങനെ കൊത്തട്ടയാമോ വെള്ളിയാഴ്ച വാർപ്പ് വ്യാഴാഴ്ച തരാന്ന് പറഞ്ഞു. വിളി തുടങ്ങി നാളെ തരാം വാർപ്പിൻ്റെ ആൾ വന്ന് വാർപ്പ് ചെയ്ത് ഓർക്ക് കൂലി കൊടുക്കണ്ടല്ലേ, നാളേക്ക് വരുമോ പണിക്ക്. എന്നിട്ട് ഞാനൊക്കെ ഹോത്തലും പാത്തലും കഴിച്ച് ആഴ്ച കണ്ടിട്ട് ഞാൻ ആടുന്ന് വന്ന് വായ്പ വാങ്ങുന്നത് സംശീലത് 1,00,000 റുപ്യ അതിപ്പോൾ കൊടുക്കണം എനിക്ക്. ഇവിടെ തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയോടെ പിടിച്ചേച്ചിട്ട് എന്നിട്ടായി വന്നിട്ട് ഇറക്കുന്നത് നമ്മൾ. ഈ ഫൈസലിനെ വിളിച്ചിട്ട് പൈസ എടുക്കുന്നതല്ലേ? പൈസ എടുക്കാനാ പൈസ ഫോണല്ലേ എടുക്കുന്നു, ഫോൺ എടുക്കില്ല. പൈസ ഫോൺ എടുക്കുന്നില്ല. സഹകരണ വകുപ്പ് രജിസ്റ്റർ സംഘം സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇടപാടുകാർക്ക് തുക തിരിച്ചു കൊടുക്കാൻ പ്രത്യേക മാനദണ്ഡം ഉണ്ടാക്കിയതായി സംഘം സെക്രട്ടറി ഇൻചാർജ് പി.കെ. ജനാർദ്ദനൻ പറഞ്ഞു. 19-ാം തീയതി മുതൽ ലിസ്റ്റ് ഇട്ടിട്ട് അത് കൊടുത്തു. അപ്പം അന്നേരം ഇനി വരണമെങ്കിൽ ഒരു കലക്ഷൻ കൂടി വരുന്നുണ്ട്, കുറച്ച് ലോൺ കലക്ഷൻ ഉണ്ട്. അത് സെക്കൻഡ് ലിസ്റ്റിൽ ഇവരെ സെക്കൻഡ് ലിസ്റ്റിലാണ് A1 സെക്കൻഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തി. ആദ്യ ലിസ്റ്റ് ഇവരുണ്ടായിരുന്നില്ല, സെക്കൻഡ് ലിസ്റ്റ് ഉൾപ്പെടുത്തി. ആ ഫണ്ട് വന്നില്ല. അതൊരു പ്രായോഗിക ബുദ്ധിമുട്ട്. ഇന്നുവരെ ഈ ഒന്നാം ഘട്ട വിധത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല നിലയിൽ എല്ലാവരും സഹകരിച്ചിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇവരെ വരുന്നൊരു ഉറപ്പുണ്ട്. കുറച്ച് ലോൺ കലക്ഷൻ വരാനുണ്ട്. ഒരു വലിയ ലോൺ എടുത്തുകൊണ്ടല്ല ഉറപ്പ് വന്നിട്ടുണ്ട്. ഇതുവരെ 412 പേർക്ക് 10% വെച്ച് 53 ലക്ഷം കൊടുത്തു. 30 ലക്ഷം സെക്രട്ടറി തിരിച്ചടപ്പിച്ചതായും അധികൃതർ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.